സംസ്ഥാനത്ത് GST വെട്ടിപ്പ് കണ്ടെത്താൻ വ്യാപക പരിശോധന. വ്യാജ GST ബില്ലുകൾ ഉപയോഗിച്ച് 1000 കോടി രൂപയുടെ വ്യാപാരം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിശോധന. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിജിൻ, ആക്രി വ്യാപാര മേഖല കേന്ദ്രീകരിച്ചുള്ള വലിയ തട്ടിപ്പ്, വലിയ നികുതി നഷ്ടം സംസ്ഥാനത്തിനുണ്ടാക്കുന്ന പ്രവർത്തനം, അത് കണ്ടെത്തിയതിനെ തുടർന്നാണോ ഈ വ്യാപക പരിശോധന? എവിടെയൊക്കെയാണ് ഈ പരിശോധനയുള്ളത്? ശരത്തിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യം സംസ്ഥാനത്തെ നികുതി വകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 7 ജില്ലകളിലായി 350ഓളം ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഈ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ എറണാകുളം, പാലക്കാട് ജില്ലകൾ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ അതിലെ പ്രധാന 10 കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയുള്ള പരിശോധനയാണ് നിലവിൽ നടന്നിരിക്കുന്നത്. 90 വ്യാജ രജിസ്ട്രേഷനുകൾ നിർമ്മിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലുണ്ട്. ഏകദേശം 4ഓളം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വകുപ്പിൻ്റെ ഏറ്റവും വലിയ ഈ തട്ടിപ്പ് കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് ഈ ആക്രി മേഖലകളിൽ നടത്തിയത്. ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിൽ ഇപ്പോഴും ആ പരിശോധന തുറന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ 5 മണിക്കായിരുന്നു പരിശോധന ആരംഭിച്ചത്. ഇതിൽ ആണ് ഇപ്പോൾ 2 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏകദേശം 500ഓളം വ്യാജ ബില്ലുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തരത്തിൽ മറ്റൊരു കാര്യം കാണേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ വലിയ തരത്തിലുള്ള വിവാദമായി മാറിയ ഈ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു പരിശീലന ക്യാമ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ 300ഓളം വരുന്ന ഉദ്യോഗസ്ഥരെ മുൻനിർത്തിയുള്ള ഒരു പരിശോധനയ്ക്ക് ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് കണ്ടെത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു ആ ക്യാമ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. ഈ ക്യാമ്പിൽ ഉൾപ്പെടെ നടത്തിയ ക്ലാസിൻ്റെയും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരിശീലനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് 7ഓളം ജില്ലകളിലെ 101 കേന്ദ്രങ്ങളിലായി പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ രാവിലെ പുലർച്ചെ 5 മണി മുതൽ നീക്കം നടത്തിയത്. ആരും അറിയാതുള്ള ഇൻ്റലിജൻസിൻ്റെയും എൻഫോഴ്സ്മെൻറ്റിൻ്റെയും ഒക്കെ നീക്കമായിരുന്നു ഈ പരിശോധനയിൽ ഉണ്ടായിരുന്നത്. ഇതിലാണ് ഏകദേശം ഈ 1200 കോടിയോളം വരുന്ന ബില്ലുകൾ വ്യാജമായി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇതിൽ 180ഓളം കോടി രൂപ സർക്കാരിന് ഏകദേശം നഷ്ടം വരുന്ന രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നതെന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോഴും വ്യാപകമായ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരത്ത്.